കാട്ടാക്കട മാറനെല്ലൂരിൽ KSRTCയുടെ ഇലക്ട്രിക് ബസ് നട റോഡിൽ കിടന്നത് 5 മണിക്കൂർ. ഇന്ന് രാവിലെ 6 മണിക്ക് കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച കാട്ടാക്കട നെയ്യാറ്റിൻകര ഷെഡ്യൂളിലെ ഇലക്ട്രിക് സ്വിഫ്റ്റ് ബസ്സാണ് നട റോഡിൽ കിടന്നത്. മാറനെല്ലൂർ മേലാരിയോട് മദർ തെരേസ നഗറിലാണ് രാവിലെ 6-ന് ബസ് മുൻപോട്ടോ പിൻപോട്ടോ നീങ്ങാനാവാതെ നിശ്ചലമായത്. രാവിലെ കുട്ടികളുമായി എത്തിയ സ്കൂൾ ബസ്സുകൾ നാട്ടുകാർ വഴിതിരിച്ചുവിട്ടു. ബ്രേക്ക് ജാമായി നിന്ന ബസ്സിനെ കാട്ടാക്കട KSRTCയിൽ നിന്നും മെക്കാനിക്കൽ എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടാണ് വർക്ക്ഷോപ്പ് വാഹനത്തിൽ കെട്ടിവലിച്ച് ഇവിടെ നിന്ന് മാറ്റിയത്. കാട്ടാക്കട ഡിപ്പോയിൽ നിലവിൽ 5 ഇലക്ട്രിക് ബസ്സുകളാണുള്ളത്. ഗ്രാമപ്രദേശത്തെ ഡിപ്പോകളിലെല്ലാം ഇലക്ട്രിക് ബസ് ഉണ്ടെങ്കിലും ഇത് പണിയാനറിയാവുന്ന മെക്കാനിക്കുകളില്ല എന്നതാണ് സത്യം. സാധാരണയുള്ള ഡീസൽ ബസ്സുകളുടെ മെക്കാനിക്കുകൾ ഇത് പണിയാറുമില്ല. KSRTCയുടെ മറ്റൊരു വിങ്ങായി പ്രവർത്തിക്കുന്ന പരിശീലനം ലഭിച്ച മെക്കാനിക്കുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇലക്ട്രിക് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നത്. എന്നാൽ സെൻട്രൽ വർക്ക്ഷോപ്പിൽ നിന്ന് വരാനായി ഇവർ വൈകുന്നത് കാരണം അറ്റകുറ്റപ്പണികൾ എളുപ്പവുമല്ല. ഇലക്ട്രിക് ബസ്സുകളുള്ള എല്ലാ ഡിപ്പോകളിലും കുറഞ്ഞത് 2 മെക്കാനിക്കുകളെങ്കിലും ഇലക്ട്രിക് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സുകൾ ട്രിപ്പുകൾ മുടങ്ങാതെ ക്രമീകരിക്കാനാകൂ എന്ന് KSRTCയും പറയുന്നു. കാലപ്പഴക്കം ചെന്ന ബസ്സുകളുടെ ബാറ്ററികൾ കേടായി വണ്ടികൾ വഴിയിൽ കിടക്കുന്നത് ഇന്ന് നിത്യസംഭവമാണ്. വണ്ടി പോകണമെങ്കിൽ ചേർത്ത കിട്ടാ ചോദിക്കും. ആ, എല്ലാ വണ്ടി